അഡ്വക്കേറ്റ് ഷിബു മീരാൻ, നിങ്ങളും ഇന്ന് അഭിനന്ദനം അർഹിക്കുന്ന ദിവസമാണ്. കാരണം ഇവിടെ ജനവികാരത്തിനൊപ്പം നിൽക്കുന്നു. ജനവികാരം വി ഡി സതീശനൊപ്പമാണ്. അതുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന തീരുമാനം, നിലപാട് തുടക്കം മുതലെടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് അത് പറഞ്ഞു നടക്കുകയായിരുന്നു എന്ന മട്ടിലുള്ള ആക്ഷേപം ഒരു വശത്തുണ്ട്. അതിന് ഒരു വർഗീയ ചാപ്പ കുത്താനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ആ നിലപാട് നിങ്ങൾ വെറുതെ വിളിച്ചു പറയുകയല്ല, നിങ്ങളോട് ഹൈക്കമാൻഡ് ചോദിച്ച ഘട്ടങ്ങളിൽ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വന്നിരിക്കുന്ന ആ തീരുമാനത്തെ, അതൊരു 11 ദിവസമായി വന്ന തീരുമാനത്തെ എങ്ങനെയാണ് ലീഗ് കാണുന്നത്? സ്മൃതി, എന്നെങ്കിലും ഈ മണ്ണിൽ മുളയെടുക്കുന്ന പച്ചപ്പിനു താഴെ നിങ്ങൾ എൻ്റെ വേർപ്പ് തുള്ളികളുടെ ഉപ്പ് കാണും എന്നൊരു കവിതയുണ്ട്. ഇന്ന് വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എടുത്തണിയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കുപ്പായം അത് അയാളുടെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് അയാൾ തുന്നിയിട്ടതാണ് എന്ന ഉറച്ച ബോധ്യം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഇതും ലീഗുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള ചർച്ച. ഒന്ന് ചിലർ പോസിറ്റീവായി പറയുന്നുണ്ട്, മറ്റു ഞങ്ങളിതിന് രണ്ടിനെയും ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എവിടെ നിന്നെങ്കിലും വിളിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ ഒരാളായിട്ട് അവതരിപ്പിച്ച ആളല്ലല്ലോ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, നേരത്തെ പ്രതിപക്ഷവും. പിന്നെ 2016 മുതൽ 2021 വരെ കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല. പക്ഷെ അദ്ദേഹത്തിന് അന്നത്തെ ഒരു സവിശേഷ സാഹചര്യത്തിൽ മുന്നണിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. സ്വാഭാവികമായും UDF പ്രതിപക്ഷത്തിരിക്കുന്നു, ഒരു പ്രതിപക്ഷ നേതാവ് വേണം. അന്നൊരു കൺസൾട്ടേഷനും നടന്നിട്ടില്ല, ഞങ്ങൾ ആരുടെയും പേരും പറഞ്ഞിട്ടില്ല. വി ഡി സതീശൻ എന്ന പേരിലേക്ക് അന്ന് കോൺഗ്രസ് സ്വയമേവ എത്തിയതാണ്. സ്വാഭാവികമായും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് ഉറച്ച പിന്തുണ കൊടുത്തു. തൊട്ട് പിന്നാലെ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. രണ്ടിടത്തും UDF വിജയിക്കുന്നുണ്ട്. പക്ഷേ UDFന്റെ 2 പ്രമുഖ നേതാക്കന്മാർ മരണപ്പെട്ട സഹതാപ തരംഗത്തിൽ അവരുടെ മകനും ഭാര്യയും വിജയിച്ചു വന്നത് എന്നതിനപ്പുറത്ത് അന്നൊന്നും ആര് വലിയ പരിവേഷം അതിന് കൊടുക്കുന്നില്ല. പക്ഷെ പിന്നീട് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരു സിറ്റിംഗ് സീറ്റാണ്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതോടെ കൃത്യമായ കണക്കുകൾ പറയുന്ന ദ മാൻ ഓഫ് അക്യുറസി എന്ന് വേണമെങ്കിൽ വിളിക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലക്ക് വി ഡി സതീശൻ രൂപപ്പെട്ടു വരുന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു നേതാവിനോട് ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ല. ഇത് ആരുടെയെങ്കിലും മേൽ, എന്തിൻ്റെയെങ്കിലും മേൽ മുസ്ലിം ലീഗിൻ്റെ ഒരു വിജയമാണ് എന്ന നിലക്ക് ഈ നിമിഷത്തെ ഞങ്ങൾ ആഘോഷിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു ജനവികാരം, ആ ജനവികാരത്തെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു തീരുമാനം ഇതാ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നു. അതിനർത്ഥം ഇപ്പോൾ വന്ന പേരിനോട് ഞങ്ങൾക്ക് അതിയായ ഇഷ്ടമോ അതല്ലെങ്കിൽ മറ്റാരുടെങ്കിലും അനിഷ്ടമോ ഉണ്ട് എന്നല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചു, ഞങ്ങൾ അഭിപ്രായം പറയുന്നു. പക്ഷേ ജനവികാരം മാനിക്കുന്ന ഒരു തീരുമാനം ഇതാ കോൺഗ്രസ് എടുത്തിരിക്കുന്നു എന്നതിനപ്പുറത്ത് ഈ നിമിഷവും ഞങ്ങൾക്ക് അതിര് കടന്ന പിന്നെന്താണ് അവകാശവാദങ്ങളില്ല. അനുമോദനങ്ങൾ ഞങ്ങളെ ഉന്മാദത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വിമർശനങ്ങളോട് ഒന്നുകൂടി പറയാം. ഞങ്ങൾ ഏറ്റവും മാന്യമായി ഇതിനോട് പ്രതികരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒട്ടും അപ്പോളജിക്കൽ അല്ല. വി ഡി സതീശന്റെ പേര് പറഞ്ഞത് ഞങ്ങളല്ല, അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയത് ഞങ്ങളല്ല. ഏറ്റവും മികച്ച 3 പേരിൽ നിന്ന് ഈ തീരുമാനം പൂർണ്ണമായും കോൺഗ്രസ് പാർട്ടി എടുത്ത ഒരു തീരുമാനം എന്ന നിലക്ക് ഞങ്ങളതിനെ ഓണർ ചെയ്യുന്നു എന്നതിനപ്പുറത്ത് ഇത്തരത്തിലുള്ള ഒരു മറ്റൊരു തലത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നവരാരും നല്ല ചിന്തയോടെയാണ് അത് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ സംയമനം പാലിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്കെതിരെ വാളുമായി ഇറങ്ങിയവർ ഇപ്പോഴും രംഗത്തുണ്ട്. അത് ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുന്നു. സമുദായ നേതാക്കളുടെ പ്രതികരണം വരികയാണ്. അപ്പോൾ ഇനി ലീഗ് ഭരിക്കും എന്നൊരു നെറേറ്റീവ് കുറച്ച് ദിവസത്തോളം, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വകുപ്പുകൾ പറഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മന്ത്രി കസേരകൾ പറഞ്ഞാൽ, ഇതൊക്കെ തന്നെയും ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു റോളും ഇല്ലായിരുന്നവരാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് ഞാൻ വ്യത്യസ്തമായി കാണുകയാണ്. ഒരു റോളും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ വിജയത്തിൽ. അവിടെയാണ് ഇവിടെ സമ്മർദ്ദ ശക്തിയാകാനും അല്ലെങ്കിൽ അഭിപ്രായം അവതരിപ്പിക്കാനും ഒക്കെ വരുന്നത്. അത് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. അത് ഈ പറയുന്ന സമുദായ നേതാക്കൾക്ക് മാത്രമല്ല BJPക്കും ഒരേ സ്വരമാണ്. ആ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അല്ല, തീർച്ചയായും BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇന്ന് പ്രചരിപ്പിക്കുന്ന AI നിർമ്മിത വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട് ചില ആളുകളുടെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമല്ല, ഇത് ഇന്ന് ആരംഭിക്കുന്നതല്ല. ഈ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ കേരളത്തിൽ ഞങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളെ വല്ലാതെ കോർണർ ചെയ്യുന്ന വലിയ ഒരു ക്യാമ്പയിൻ
ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ സ്മൃതി, ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, അതിനെ നേരിടാനുള്ള കൃത്യമായ സ്ട്രാറ്റജി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നേരെ വരുന്ന ഈ ആരോപണങ്ങളെ എങ്ങനെ നേരിടാൻ കഴിയുമെന്ന് തെരഞ്ഞെടുപ്പിൽ തെളിയിച്ച് വിജയിച്ചിട്ടാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. കളമശ്ശേരി മണ്ഡലത്തിൽ, കാസർഗോട്ട്, മഞ്ചേശ്വരത്ത് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത മനുഷ്യരുണ്ട്. ഞങ്ങൾ അവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും, ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു സമുദായ നേതാവിനോടുമല്ല, വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട, വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട കേരളത്തിലെ മനുഷ്യരോട് നേർക്കുനേരെ സംസാരിക്കാൻ കഴിയുന്നൊരു ഭാഷ ഞങ്ങൾക്ക് വശമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഒട്ടും അപ്പോളജിക്കലാക്കുന്നില്ല. ഞങ്ങൾ ആളിൻ്റെയും മര്യാദയോടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൈകൂപ്പി നിൽക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എങ്ങനെ ബാലൻസ്ഡായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചവരാണ്. വരാനിരിക്കുന്ന മന്ത്രിസഭയിലും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓരോ മേഖലയിലും ഇവിടെ പറയുന്ന സാമൂഹ്യ നീതി എന്നത്, തുല്യ പ്രാതിനിധ്യം എന്നത് കൃത്യമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് അതേക്കുറിച്ച് പറയാം. ഞങ്ങൾ ഒട്ടും അപ്പോളജിക്കലാവുന്നില്ല, ഞങ്ങൾ ഒട്ടും ആവേശം കൊള്ളുന്നില്ല. വളരെ ബാലൻസ്ഡ് ആയ ഒരു മൈൻഡ് സെറ്റ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉണ്ട്. എവിടെയെങ്കിലും ചില വ്യതിയാനങ്ങൾ ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്തുണ്ട്. അതിന്റെ ഉദാഹരണം കാണുന്നു ഷിബു മീരാൻ. ഇതാ ഇടുക്കി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനം വരുന്നത് സമുദായ നേതാക്കൾക്ക് മറുപടി നൽകുമ്പോൾ അതിൽ പ്രകോപനപരമായ വാചകങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ടാണ് അല്ലേ? തീർച്ചയായും അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞല്ലോ, ഒരു തരം ഉന്മാദങ്ങളും ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനം ഈ കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അതിരുവിട്ട ഒരു ആവേശ പ്രകടനങ്ങളെയും ഈ പാർട്ടിക്കകത്ത് വെച്ച് പാണക്കാട്ട് തങ്ങൾ വരച്ചൊരു വരയുണ്ട്. അതിനപ്പുറത്തും ഈ പാർട്ടിയുടെ പ്രവർത്തകർ പോയിക്കൂടാ. പോയാൽ അവർ ഈ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല. Debate with Smriti Parathikkad.